പ്രശസ്ത മനോരോഗ ചികിത്സാ വിദഗ്ധനും പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ സാഗർ ടി തേവലപ്പുറമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം സർ. നമസ്കാരം സർ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതെ. എന്നാൽ കുറച്ച് കൂടുതൽ പരിഗണന അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പ്രാധാന്യം നമുക്ക് ഏതിനായിരിക്കും കൊടുക്കേണ്ടത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദ്യമാണ്. മനുഷ്യന് ശരീരവും മനസ്സുമുണ്ട്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് മനുഷ്യൻ്റെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ ആരോഗ്യം എന്നാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം പൂർണ്ണമാകണമെങ്കിൽ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികമായ ആരോഗ്യം കൂടി ഉണ്ടാകണം, കൈവരിക്കണം. തീർച്ചയായും മനസ്സിൻ്റെ ആരോഗ്യം പലപ്പോഴും നമ്മൾ പരിഗണിക്കാറില്ല. എന്നാൽ മനസ്സിൻ്റെ ആരോഗ്യം വളരെ പ്രധാനവുമാണ്. ഇപ്പം ഒരിടത്ത് കിടക്കുന്നിടത്ത് എണീക്കണമെങ്കിൽ നമ്മളൊരു മനസ്സ് വേണം. എത്രയോ ആളുകൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അവർക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം അവരുടെ മനസ്സിൻ്റെ ആരോഗ്യം കുറഞ്ഞ അവസ്ഥയിലായതുകൊണ്ട്. തീർച്ചയായും ശരീരത്തിൻ്റെ ആരോഗ്യം പരിഗണിക്കുന്നതോടൊപ്പം തന്നെ തുല്യ പരിഗണനയെങ്കിലും കൊടുക്കേണ്ട കാര്യമാണ് മനസ്സിൻ്റെ ആരോഗ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ കൂടുതൽ പ്രാധാന്യം കൊടുത്താലും തിരക്കേടില്ല. കാരണം അത്രമാത്രം പ്രധാനമാണ് മനസ്സിൻ്റെ ആരോഗ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണന നൽകേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഫിസിക്കലി നമുക്ക് സ്ട്രോങ് ആവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സസൈസ്, അതുപോലെ ഹെൽത്തി ഫുഡ് കഴിക്കുക, ഡയറ്റ്, വർക്കൗട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ മെൻ്റലി നമുക്ക് സ്ട്രോങ് ആവാൻ, മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ. മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്, മനസ്സെന്ന് പറഞ്ഞാൽ എന്തുവാ, നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയും. ഒരാളുടെ മനസ്സ് ഇന്നടത്താണ് ഇരിക്കുന്നത്. അത് അങ്ങനെ നമുക്ക് പിൻ പോയിൻ്റ് ചെയ്ത് കൃത്യമായി ഇന്നടത്താണ് പറയാൻ കഴിയും. പക്ഷേ മനസ്സൊരു യാഥാർത്ഥ്യമാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ആകെ തുകയാണ് മനസ്സെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് 3 കാര്യങ്ങൾ പ്രധാനമാണ്. 1, മനുഷ്യൻ്റെ ചിന്ത, കൊഗ്നിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. 2, കൊനേഷൻ അല്ലെങ്കിൽ ആക്ഷൻ അല്ലെങ്കിൽ ബിഹേവിയർ, ഒരാളുടെ പെരുമാറ്റം അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവം. 3, ഒരാളുടെ ഇമോഷൻ അല്ലെങ്കിൽ വൈകാരികാവസ്ഥ. ഒരാളുടെ ചിന്തയാണ് ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ, പെരുമാറ്റം, സ്വഭാവ രീതികളൊക്കെ അത് ഏറെക്കുറെ ഒരു ബാലൻസ്ഡ് ആയിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്കോ അവരുടെ സമൂഹത്തിനോ ഗുണകരമായ രീതിയിൽ ആകണമെങ്കിൽ അയാളുടെ ചിന്ത അതിനനുസരിച്ചിട്ട് ആയിരിക്കണം, പോസിറ്റീവായിരിക്കണം. ഓക്കെ. അപ്പോൾ ചിന്തയിൽ ഏതെങ്കിലും തകരാറ് വന്നാൽ സ്വാഭാവികമായിട്ടും അത് പെരുമാറ്റത്തെയും പ്രവൃത്തിയെയും ബാധിക്കും. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഒരാളുടെ ഇമോഷൻ അല്ലെങ്കിൽ വൈകാരികാവസ്ഥ. അപ്പോൾ ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അയാളുടെ ചിന്തയെയും അയാളുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ പെരുമാറ്റത്തെയും അയാളുടെ വൈകാരികാവസ്ഥയും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് 3ഉം തമ്മിലൊരു ഒരു ബാലൻസ് ഉണ്ടാവണം. ഒരാളുടെ ചിന്തയും പ്രവൃത്തികളും അയാളുടെ വൈകാരികാവസ്ഥയും തമ്മിലൊരു പരസ്പരപൂരകങ്ങളായിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ തകരാറ് സംഭവിച്ചാൽ മനസ്സിൻ്റെ ആരോഗ്യം തകരാറിലാവും. ഒന്നിലേറെ കാര്യങ്ങൾ തകരാറ് സംഭവിച്ചാൽ അത്ര കണ്ട് സങ്കീർണമാകും മാനസികാരോഗ്യം. അപ്പോൾ തീർച്ചയായും സൃഷ്ടിപരമായ ചിന്ത, പോസിറ്റീവ് ചിന്ത ഉണ്ടാവുക, നമ്മുടെ പ്രവർത്തനങ്ങൾ പോസിറ്റീവാകുക, ഒരു വ്യക്തിക്കും അയാൾ ഉൾപ്പെടുന്ന സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ അപകടകരമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവാതിരിക്കുക, അയാളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന തരത്തിലായി അയാളുടെ ചിന്തയും പ്രവൃത്തിയും മാറുക, ഒപ്പം അയാളുടെ മാനസികമായിട്ടുള്ള അയാളുടെ ഒരു വൈകാരിക അവസ്ഥയും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ളതായിരിക്കണം. നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുന്ന, നമ്മളെ തകർക്കുന്ന, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന, നമ്മുടെ ഉത്കർഷയെ ഇല്ലാതെയാക്കുന്ന തരം വികാരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ വികാരങ്ങളിന്മേൽ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാവണം, നമ്മുടെ ചിന്തകളിന്മേൽ നിയന്ത്രണം ഉണ്ടാവണം, നമ്മുടെ പെരുമാറ്റത്തിൽ നിയന്ത്രണം വേണം. അപ്പോൾ ഇങ്ങനെ ഈ 3 കാര്യങ്ങളും മനസ്സിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. തീർച്ചയായും ഇതിൻ്റെ ആരോഗ്യം അങ്ങനെ സംരക്ഷിക്കാം. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ ശരിയായ ഒരു ഡയറ്റ്, നല്ല ന്യൂട്രീഷൻ, പോഷകാഹാരം എന്നതുപോലെ എക്സസൈസ് വളരെ പ്രധാനമാണ്. നമ്മൾ വ്യായാമം ചെയ്യുന്നത് കാര്യങ്ങൾ പറയാം. അപ്പോൾ അതുപോലെ മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും തീർച്ചയായും പോഷകങ്ങളടങ്ങിയ ഭക്ഷണം പ്രധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, 2 പോഷകാഹാരം കഴിക്കുക, മാംസ്യം, പ്രത്യേകിച്ച് പ്രോട്ടീൻ എന്ന് പറയും. അപ്പം മാംസ്യത്തിൻ്റെ ഒരു ആവശ്യത്തിന് ഉണ്ടാകുക, മൈക്രോ ന്യൂട്രിയൻസ്, പോഷകങ്ങൾ, അതായത് സൂക്ഷ്മ ഘടകങ്ങൾ, ധാതു ലവണങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് വളരെ പ്രധാനമാണ് നമ്മുടെ. അപ്പം മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കഴിക്കണമെന്ന് പറയുന്ന പോഷകാഹാരം മനസ്സിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒപ്പം നമ്മുടെ ചില ജീവിതചര്യ നമ്മൾ അനുവർത്തിക്കുമ്പോൾ ഉറക്കം ഏറ്റവും പ്രധാനമാണ്. മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താനും അത് സംരക്ഷിക്കാനും നമുക്ക് മതിയായ ഉറക്കം ആവശ്യമാണ്. അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യം തകരാറിലാകുമ്പോൾ ആദ്യം ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉറക്കമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചയാപചയ പ്രവർത്തനങ്ങളെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഉദാഹരണത്തിന് നമ്മുടെ ബയോളജിക്കൽ ഫങ്ഷൻസിൽ വിശപ്പ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്ക് വിശപ്പ് കുറയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ?
ഏതോ കാര്യത്തിൽ വിശപ്പ് കുറയുന്നു. അപ്പം വിശപ്പ് മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രുചി നമുക്കൊരു ആഹാരം രുചിയോടെ കഴിക്കാൻ കഴിയും. നമ്മൾ മനസ്സിൻ്റെ അവസ്ഥയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിഷാദ രോഗമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയിൽ നമുക്ക് വിശപ്പ് കുറഞ്ഞു പോകും, നമുക്ക് ആഹാരം കഴിക്കുന്നതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ആഹാരം കഴിക്കുന്നതിനോട് അല്ലെങ്കിൽ ആഹാരം ഉണ്ടെങ്കിൽ ഒരു രുചി തോന്നുന്നില്ല. അപ്പം ശാരീരിക രോഗാവസ്ഥകളിലും ഇതൊക്കെ ഉണ്ടാവും, മനസ്സിൻ്റെ രോഗാവസ്ഥ ഉണ്ടാകും. തീർച്ചയായും മനുഷ്യൻ്റെ പോഷണവും മനുഷ്യൻ്റെ വ്യായാമവും മനുഷ്യൻ കഴിക്കേണ്ട കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ വിശ്രമം, അത് മറ്റു കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള വിശ്രമം നമുക്കുണ്ടാകണം. അതുപോലെയാണ് നമ്മുടെ ഹോബീസ് അല്ലെങ്കിൽ നമ്മുടെ വിനോദ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള പലതരം പ്രാർത്ഥന, പല മതവിശ്വാസങ്ങൾ ഉള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി, മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി ഇപ്പോൾ ആൾക്കാർ ഇത്തരത്തിലുള്ള ഇപ്പം ഭജൻ കേൾക്കുക, അല്ലെങ്കിൽ ഭക്തി ഗാനങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ ആത്മീയമായ രീതിയിൽ. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തലവുമായിട്ട് ബന്ധപ്പെട്ട ആത്മീയ ആരോഗ്യം കൂടെ നമുക്ക് പരിഗണിക്കണം. അപ്പോൾ തീർച്ചയായും ഒരു വ്യക്തി എന്ന നിലയിൽ നോക്കുമ്പോൾ വ്യക്തിയുടേതായിട്ടുള്ള ശാരീരിക ആരോഗ്യം സംരക്ഷിക്കണം, മാനസികാരോഗ്യം സംരക്ഷിക്കണം. അപ്പോൾ തീർച്ചയായും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത, ഹെൽത്ത് പ്രൊമോഷൻ നമ്മൾ പറയും, ഹെൽത്ത് പ്രൊമോഷൻ, അതൊക്കെ വളരെ പ്രധാനമാണ്. സാർ, ഈ കുട്ടികളുടെ മാനസികാരോഗ്യത്തിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? തീർച്ചയായും നമ്മുടെ ജനസംഖ്യയിൽ തന്നെ 40% ചെറുപ്പക്കാരാണ്. അതിൻ്റെ കുട്ടികളുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും കരുത്തെന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരാണ്, കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുട്ടികളുടെ മാനസികാരോഗ്യം വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പം വളരെ ഇപ്പം ജനിച്ച ഉടൻ തന്നെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ കൺജനിറ്റൽ അനോമലീസ് ആയിട്ട്, അതായത് ജന്മനാ തന്നെ ചില തകരാറുകളുമായിട്ട് ജനിക്കാറുണ്ട്. ഇപ്പോൾ മെറ്റാബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ചില കൺജനിറ്റൽ അനോമലീസ് അതൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഡൗൺ സിൻഡ്രോം പോലെയുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ട്. ഓക്കെ, തീർച്ചയായും അപ്പം അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ബുദ്ധി കുറവായിട്ട് ചിലപ്പം ഇൻ്റലക്ച്വൽ ഇമ്പയർമെൻ്റായിട്ട്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആയിട്ട് മാറാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ബുദ്ധി കുറയുന്നതുമായി ബന്ധപ്പെട്ട ചില തലച്ചോറിൻ്റെ വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട ചില പരിമിതികൾ ഉണ്ടാക്കുന്ന പ്രശ്നം. മറ്റൊന്ന് കോണ്ടാക്ട് ഡിസോർഡറാണ്. പല കുട്ടികൾക്കും സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട, അപ്പം തന്നെ വെറുതെ പോകുന്ന ഒരു പക്ഷിയെ, ഒരു കോഴിയെ കല്ലെടുത്തെറിയുക, അല്ലെങ്കിൽ വെറുതെ പോകുന്ന ഒരു നായയെ ഉപദ്രവിക്കുക, കല്ലെടുത്തെറിയുക. അപ്പോൾ ചുറ്റുമുള്ള ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു കാര്യമില്ല. അല്ലെങ്കിൽ സഹപാഠികളോട് കൂടെ ഉള്ള കൂട്ടുകാർ അവരെ ഉപദ്രവിക്കുക, അതുപോലെ കള്ളം പറയുക, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാതെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഉള്ള സ്വഭാവ ദൂഷ്യങ്ങൾ, കോണ്ടാക്ട് ഡിസോർഡർ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കുട്ടികളുടെ അതുണ്ടാകും. മറ്റൊന്ന് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ, ASD എന്ന് പറയും. ഓട്ടിസം വളരെ കോമൺ ആയിട്ട് നമ്മളിന്നിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ പല കുട്ടികളിലും ഒരു 2, 3, 4 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും. 2 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റും. അത് ബേസിക്കലി കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ കുട്ടി പ്രോപ്പറായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള പ്രയാസം ഒക്കെ. ദേ ഡിമാൻഡ് ഒരു സെയിംനെസ്സിന് വേണ്ടി അവരിങ്ങനെ ഡിമാൻഡ് ചെയ്യും. പലപ്പോഴും ആ കുഞ്ഞിൻ്റെ ശരീരം വളരുന്നതനുസരിച്ച് തന്നെ മനസ്സ് വളരാനുള്ള പ്രയാസമുണ്ട്, മാനസിക വളർച്ച ഉണ്ടാകത്തില്ല. അപ്പോൾ അത്തരം കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രയാസം ഉണ്ടാകും. എപ്പോഴും ഒരേ കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധി കാണിക്കുകയും ചെയ്യും. തീർച്ചയായും ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ നമ്മൾ വളരെ പരിഗണന നൽകേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്ന് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ADHD എന്ന് പറയും. അടങ്ങിയിരിക്കത്തില്ല, പിരിവിരിപ്പെന്ന് പറയും. അപ്പോൾ അവരുടെ ചിലപ്പോൾ ഇമ്പൾസീവായിട്ട് പെരുമാറും, ചിലപ്പോൾ ഇങ്ങനെ അധികമായ രീതിയിൽ ഓവറായിട്ട് ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ടിരിക്കും, അങ്ങനെയൊക്കെയുള്ള സംഗതി. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി കൺട്രോൾ ചെയ്യാനോ മരുന്നുകളുണ്ട്. അത് നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ അത് ശാന്തത ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികൾ പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുകയും ചെയ്യും. മറ്റേത് അടങ്ങിയിരിക്കത്തില്ല, അപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല, പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത്തരം കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇനി SLD, സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കണക്ക് പഠിക്കാൻ പ്രയാസം, അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കാൻ പ്രയാസം, ലാംഗ്വേജ് ഡിസോർഡർ, അല്ലെങ്കിൽ അതേപോലുള്ള ഡിസ്ലെക്സിയ പോലുള്ള അവസ്ഥകൾ, ഡിസ്കാൽക്കുലിയ അങ്ങനെയുള്ള സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞ കാറ്റഗറി തന്നെ ഇപ്പോൾ ഉണ്ട്. മറ്റൊന്ന്, ഈ കുട്ടികൾ ഇങ്ങനെ വളർന്നൊരു കൗമാരപ്രായത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് പലപ്പോഴും പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ്, കൗമാരത്തിൽ കൂട്ടുകാരുടെ സ്വാധീനമാണ് മറ്റാരേക്കാൾ അവരെ സ്വാധീനിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നും പല ശീലങ്ങളും കുട്ടികൾ ഉൾക്കൊള്ളാനായിട്ട് പോകും. ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗം അങ്ങനെയാണ് തുടങ്ങുന്നത്. അത് ആൽക്കഹോളാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാകാം, ലഹരി പദാർത്ഥങ്ങളാകാം. തീർച്ചയായും കൗമാരത്തിലെ കുട്ടികളുടെ ജീവിത രീതി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ നമുക്കറിയാം മോഡേൺ ഗാഡ്ജറ്റ്സ്, ഇപ്പം കോവിഡൊക്കെ വന്നതിന് ശേഷം നിർബന്ധമായിട്ട് നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷനായി. ഇപ്പം ഗാഡ്ജറ്റ്സ്, ഇപ്പം
മേ ബി ടാബോ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ. അപ്പോൾ അത് കുട്ടികൾ വേറൊരു ശീലം അവർക്കുണ്ടായി. അത് ക്രമേണ പല കുട്ടികളും അത് ശീലമായിട്ട് മാറുകയും പലപ്പോഴും ഗെയിം അഡിക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതരം ഓൺലൈൻ പ്രസൻസ് കൂടുതൽ കാണിക്കുക, അധികമായ സമയം അതിനുവേണ്ടി ചിലവഴിക്കുക. അപ്പോൾ അതൊക്കെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ട് ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കണ്ടു. പിന്നെ കുട്ടികൾ തന്നെ മൂഡ് ഡിസോർഡർ ഉണ്ടാകും. മുതിർന്നവരിൽ മൂഡ് ഡിസോർഡർ ഉണ്ട്. ഇപ്പം മേ ബി വിഷാദ രോഗം എന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉന്മാദ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കുട്ടികളിലും ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കൗമാരത്തിൽ ആരംഭിക്കുന്ന മറ്റൊരു രോഗമാണ് സ്കിസോഫ്രീനിയ. അത് മേ ബി ഒരു പെൺകുട്ടികൾക്ക് പ്രായമാവുന്ന പ്രായം, അല്ലെങ്കിൽ ആൺകുട്ടികളൊരു മേ ബി 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരിക്കും ആദ്യമായിട്ട് സ്കിസോഫ്രീനിയ രോഗം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പലപ്പോഴും ഈ ഒബ്സസീവായിട്ടുള്ള, അതായത് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് അത്തരത്തിലുള്ളൊരു സ്വഭാവ രീതിയായിട്ട് ഒരുപക്ഷെ സ്കിസോഫ്രീനിയ ആരംഭിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള പിന്നെ ക്രമേണ അത് ചിന്തയിൽ വരുന്ന ഡിലൂഷൻസ് എന്നൊക്കെ പറയും, ഹാലൂസിനേഷൻസ് ഒക്കെ പറയും, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. തീർച്ചയായും പല രോഗങ്ങളും പിൽക്കാലത്തുള്ള പല രോഗങ്ങളും ആരംഭിക്കുന്നത് ഈ കൗമാര കാലഘട്ടത്തിലൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഉത്കണ്ഠാരോഗങ്ങൾ ഒക്കെ. ഇപ്പം നേരത്തെ അപ്പം കുട്ടികളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം. അപ്പം അവരുടെ നാളത്തെ തലമുറയെന്ന് പറയുന്നത് ഇന്നത്തെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെ വളരെ കരുതലോടെ നമ്മളത് നോക്കുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരിലും സ്ട്രെസ്സുണ്ട്. ആ സ്ട്രെസ്സ് മനസ്സിലാക്കുക, അവരുടെ പിരിമുറുക്കം മനസ്സിലാക്കുക, മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന തരത്തിൽ നമ്മളവരെ കരുതണം. ഒരുപാട് ആത്മഹത്യകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് നാട്ടിൽ. അതിപ്പോൾ സ്ത്രീയായാലും ശരി പുരുഷനായാലും ഇപ്പോൾ കൂടുതലും വാർത്തകളിൽ വരുന്നത് ആത്മഹത്യകളാണ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് മെൻ്റൽ ഹെൽത്തിന് ഈ ആത്മഹത്യയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് അത് ചരിത്രാതീത കാലം മുതലേ ഉള്ളൊരു സംഗതിയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ സ്വന്തമായിട്ട് അയാളുടെ ജീവൻ എടുക്കുന്നതിനാണ് നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഒരു തരത്തിലൊരു ആങ്കർ ടേൺ ഇൻവേഴ്സ് എന്ന് പറയും. ഒരു വലിയ പ്രതിഷേധം അല്ലെങ്കിൽ ഒരു വലിയ ദേഷ്യം, അത് അവനവനിലേക്ക് അതിങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ സ്വയം ജീവൻ എടുക്കുന്നത്. അങ്ങനെ പലതരം കാഴ്ചപ്പാട് അതിനെക്കുറിച്ചുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു മാനസിക രോഗം ഈ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത് അതാണ് വിഷാദ രോഗം. ഏറ്റവും കൂടുതൽ ലോകത്ത് കാണുന്ന മാനസിക രോഗം എന്ന വിഷാദ രോഗമാണ്, ഡിപ്രഷനാണ്. ഡിപ്രഷൻ്റെ ഒരു ഒടുവിലാണ് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ നടക്കുന്നത്. സീവിയർ ഡിപ്രഷൻ, ഗുരുതരമായ ഡിപ്രഷൻ. എന്താണ് ഡിപ്രഷൻ? ഒരാളിന് ജീവിക്കാനുള്ള ഒരു താല്പര്യം കുറഞ്ഞു പോവുക, നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്ന പ്രതീക്ഷകളും പ്രത്യാശയുമാണ്. ഓരോ ദിവസവും നമ്മൾ അടുത്ത ദിവസത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യും, നാളെ എനിക്ക് എന്ത് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രത്യാശയും പ്രതീക്ഷയും നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്, ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോഴാണ് അയാൾ ആ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് ചിന്തിക്കുകയും ജീവിതത്തിൽ അവസാനിപ്പിക്കുന്നതെന്നല്ല തോന്നി. അപ്പം ഉറക്കം കുറയുക, ഉന്മേഷം കുറയുക, ഉത്സാഹം കുറയുക, സന്തോഷം കുറയുക, വിശപ്പ് കുറയുക, ശ്രദ്ധ കുറയുക, പിന്നെ മൊത്തത്തിലൊരു ശാരീരികമായ ഒരു മന്ദത അനുഭവപ്പെടുക, ജീവിച്ചാൽ ഒരു എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ചിന്ത ഉണ്ടാകുക, നെഗറ്റീവ് ചിന്തയെ നമ്മൾ പറയും. അപ്പം അതുപോലെ നെഗറ്റീവ് വ്യൂ, അവനവനെക്കുറിച്ചുള്ള നെഗറ്റീവ് വ്യൂ, അവനവനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ചുറ്റുപാടിനെക്കുറിച്ചും നെഗറ്റീവായി ചിന്തിക്കുക. പിന്നെ ഹെൽപ്ലെസ്നെസ്, ഒരു വിലയില്ലായ്മ തോന്നുക, വർത്ത് അതുപോലെ തന്നെ നിസ്സഹായാവസ്ഥ തോന്നുക, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഹോപ്പ്ലെസ്നെസ് തോന്നുക. ഇതൊക്കെയാണ് ഈ ഡിപ്രഷൻ്റേതായിട്ട് നമുക്കറിയുന്നത്. ഇപ്പോൾ ഒരാളുടെ നോക്കുമ്പോൾ അയാൾക്കൊരു വിഷാദഭാവം ഉണ്ട്. അതിനോടൊപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു 5 ലക്ഷണങ്ങളുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ അത് നിൽക്കുകയാണെങ്കിൽ അത് ഡിപ്രഷനാണ്, വിഷാദരോഗം. അത് നമുക്ക് കണ്ടെത്താൻ കഴിയണം, ചികിത്സിക്കാൻ കഴിയണം. അതിനോടൊപ്പം വരാൻ സാധ്യതയുള്ള ഒരു പ്രധാന കാര്യമാണ് സൂയിസൈഡ് ഐഡിയേഷൻ. അപ്പോൾ സൂയിസൈഡ് ഐഡിയേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിൽ വെറുതെ ഉണ്ടാകത്തില്ലൊരു കാരണം കാണും. ഏറ്റവും കൂടുതൽ നമുക്കറിയാം ചെറുപ്പക്കാരിൽ സൂയിസൈഡ് നടക്കുന്നത്. ചെറുപ്പക്കാരിൽ എന്തുകൊണ്ടാണ് സൂയിസൈഡ് കൂടുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒന്ന് അൺഎംപ്ലോയ്മെൻറ്റാണ്, ചെറുപ്പക്കാരിലെ തൊഴിലില്ലായ്മ. പിന്നെ പ്രണയനൈരാശ്യം, ഒരുപാട് ചെറുപ്പക്കാരെ ആത്മഹത്യ നയിക്കുന്നത് അവർ റിലേഷൻഷിപ്പിലാവുന്നു, ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടിയെ സ്നേഹിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസും ചിലപ്പോൾ അത് പ്രാവർത്തികമാകാൻ മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ലൈഫ് ഫെയിലിയർ ഉണ്ടാകുന്നു. അത് വരുമ്പോഴത്തേക്കാണ് പലപ്പോഴും ആത്മഹത്യ നടക്കുന്നത്. ചിലപ്പം 2 പേരും കൂടെ മാതാപിതാക്കൾ എതിര് നിൽക്കുന്നു, അല്ലെങ്കിൽ സമുദായം എതിര് നിൽക്കുന്നു, അല്ലെങ്കിൽ വ്യത്യസ്ത ജാതികളിൽപ്പെടുന്നവർ, വ്യത്യസ്ത സമുദായത്തിൽപ്പെടുന്നവരായിരിക്കും. അവരെ ആ വീട്ടുകാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഉടനെ പോയി ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. ഒരുമിച്ച് മനസ്സിലായില്ല. പിന്നെ ഇത് കൂട്ട ആത്മഹത്യയുടെ കാര്യം പറഞ്ഞു. പലപ്പോഴും ഒരാളായിരിക്കും ആത്മഹത്യയുടെ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നത്. അച്ഛൻ മേ ബി മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് ഏതെങ്കിലും ഐസ്ക്രീമിലോ മട്ടോ വിഷം കൊടുത്ത് അവരെ കൊല്ലുകയും ഈ പറയപ്പെടുന്ന കുടുംബനാഥൻ ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടി ഒരു പാക്റ്റ് ഉണ്ടാക്കും, അവർ മക്കളെ അവർ കൊല്ലുകയും
അവർ പിന്നീട് ആത്മഹത്യ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൂട്ടാത്മഹത്യകളൊക്കെയും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. തീർച്ചയായും ആത്മഹത്യ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഒരു ആത്മഹത്യ ചെയ്താൽ അതൊരു 8 പേരെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത്, പ്രത്യക്ഷമായിട്ട് തന്നെ. തീർച്ചയായും ഈ ആത്മഹത്യ വിരചുകൊണ്ടുന്നത് അപ്പം നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം. അപ്പോൾ നമ്മുടെ രാജ്യവും വികസിച്ചുകൊണ്ടിരിക്കുന്നു. പുരോഗതിയുടെ ഒരു മറുവശം എന്ന് വേണമെന്ന് നമുക്ക് പറയാം വർദ്ധിച്ചു വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. അങ്ങനെ വർദ്ധിച്ചു വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു രോഗമാണ് വിഷാദ രോഗം. പലപ്പോഴും വിഷാദ രോഗത്തെ അതിൻ്റേതായ പ്രാധാന്യത്തോടെ എല്ലാവരും കാണുന്നില്ല. നമ്മളൊരു ക്യാൻസർ വന്നാൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹൃദ്രോഗം വന്നാൽ എത്ര പ്രാധാന്യം കൊടുക്കുന്നു, മറ്റ് ശാരീരിക രോഗങ്ങൾക്ക് എത്ര അതുപോലെയുള്ള പ്രാധാന്യം വിഷാദ രോഗത്തിനും കൊടുക്കുന്നില്ല, മറ്റ് മാനസിക രോഗങ്ങൾക്ക് കൊടുക്കുന്നില്ല. കാരണം എന്താ, ഇന്നും നമ്മുടെ നാട്ടിലൊരു ഭ്രഷ്ട മനോഭാവം, സ്റ്റിഗ്മയുണ്ട്. ഇപ്പോൾ എനിക്കൊരു മാനസിക രോഗമാണെന്ന് ഞാൻ പരസ്യമായിട്ട് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് പ്രശ്നമാണ്, മാനസിക പ്രശ്നമാണെന്ന് എൻ്റെ വീട്ടുകാർ പരസ്യമായിട്ട് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇന്നും ഒരു മാനസിക രോഗിയുള്ള വീട്ടിൽ നിന്നൊരു കല്യാണം ആലോചിക്കാൻ, അല്ലെങ്കിൽ മാനസിക രോഗിയായ വ്യക്തിയോട് വിവാഹബന്ധം കൂടാൻ നമ്മുടെ നാട്ടിൽ എത്ര പേര് തയ്യാറാവും? ഇപ്പോൾ ദീപിക പദുക്കോൺ അനുഗ്രഹീതയായ നടിയാണ്. അവരുടെ ജീവിതത്തിലൊരു വിഷാദ രോഗാവസ്ഥ ഉണ്ടാവുകയും അവർ ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ വിഷാദ രോഗം കണ്ടെന്ന് ചികിത്സിച്ചപ്പോഴാണ് അവർ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരികയും അവരുടെ കരിയറിൽ അവർ ഏറ്റവും ഒരു ബ്രേക്ക് തരുന്ന ഒരുപാട് കഥാപാത്രം അവതരിപ്പിക്കുകയും ചെയ്തു. അവർ പിന്നീട് പറയുകയുണ്ടായി. അപ്പോൾ അവരൊന്നൊരു അംബാസഡർ ഓഫ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് അവർ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞു വന്നത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ, പ്രമുഖരായ ആൾക്കാർ മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നം പരസ്യമായിട്ട് പറയാൻ തയ്യാറാകും. അത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധാരണ പോലൊരു കാര്യം ഇവിടെ വരികയും ചെയ്യുമ്പോൾ മാത്രമേ ഈ മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സ്റ്റിഗ്മ മാറത്തുള്ളൂ. തീർച്ചയായും സ്റ്റിഗ്മയ്ക്കെതിരെ മനസ്സിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ഒരു പ്രയത്നം നമുക്ക് തുടരേണ്ടിയിരിക്കുന്നു. സർക്കാരിൻ്റെ ഒരുപാട് ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട്. ഗവൺമെൻറ് ഇങ്ങനെ പറയും, സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയും. ഗവൺമെൻറ് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ട് തുടങ്ങി സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, ഡിസ്ട്രിക്റ്റ് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയും. അപ്പം ആവശ്യമുള്ള ആളുകൾക്ക് അവരുടെ തൊട്ടടുത്ത് ഈ മാനസികാരോഗ്യ സേവനം സർക്കാർ എത്തിക്കുന്നുണ്ട്. അപ്പം ഫ്രീ ആയിട്ട് സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം, കൺസൾട്ടേഷൻ, ഫ്രീ ആയിട്ട് കൗൺസിലിംഗ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഫ്രീ ആയിട്ട് കൗൺസിലർ, സൈക്കാട്രിസ്റ്റ്, സോഷ്യൽ വർക്കർ, ഇവരെല്ലാം പിന്നെ വേണ്ടി വന്നാൽ ആവശ്യമുള്ള എല്ലാ മരുന്നും സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യ ഒട്ടാകെ നടക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യത്തിലൂടെ ഏറ്റവും മികച്ച രീതി നടക്കുന്നു. അതുപോലെ സ്കൂൾ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, കുട്ടികളുടെ മാനസികാരോഗ്യം, അതുപോലെ ഗർഭിണിയാവുന്നവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാം, കുഞ്ഞുങ്ങൾ, നവജാത ശിശുക്കളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നുള്ള അമ്മ മനസ്സെന്ന പരിപാടി, അതുപോലെ ആശ്വാസം ക്ലിനിക്കുകൾ, താഴെ തട്ടിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വരെ ഇന്ന് ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി കണ്ടെത്താനും വീണ്ടും വന്നാൽ ചികിത്സ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തീരദേശത്തെ ആളുകളുടെ മാനസികാരോഗ്യം, കോസ്റ്റൽ മെൻ്റൽ ഹെൽത്ത്, അതുപോലെ ആദിവാസി മേഖലകളിലുള്ള അവരുടെ ആരോഗ്യം സംരക്ഷിക്കാം, മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രൈബൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, അങ്ങനെ ഈ സമഗ്ര മാനസികാരോഗ്യ എന്താ പറയുക, സമഗ്ര മാനസികാരോഗ്യ പദ്ധതി, അങ്ങനെ അമ്മ മനസ്സെന്ന് പറഞ്ഞ പദ്ധതി ഞാൻ നേരെ സൂചിപ്പിക്കും. അങ്ങനെ വ്യത്യസ്തമായ മാനസികാരോഗ്യ പരിപാടികൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ 3 മാനസികാരോഗ്യ കേന്ദ്രം, ഇപ്പം തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ, എല്ലാ മെഡിക്കൽ കോളേജുകളിലും, അതുപോലെ തന്നെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് ആശുപത്രികളിൽ, തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിൽ, പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബാരോഗ്യ കേന്ദ്രമൊക്കെയും സർക്കാർ എന്ത് ചെയ്യുന്നു, ഈ സേവനങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ വളരെ ശക്തമായ ഒരു പ്രൈവറ്റ് സെക്ടർ നമുക്കുണ്ട്. സ്വകാര്യ മേഖല സൈക്കാട്രിസ്റ്റുമാരും മറ്റെല്ലാ സേവനങ്ങളും ലഭ്യമാണ്. അപ്പോൾ ഡി-അഡിക്ഷൻ സെൻറ്റേഴ്സുണ്ട്. ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു വിമുക്തി എന്ന് പറഞ്ഞിട്ടൊരു ഡി-അഡിക്ഷൻ പ്രോഗ്രാമുണ്ട്. അപ്പോൾ വിമുക്തി കേന്ദ്രങ്ങൾ ഓരോ ജില്ലയിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ മൂലം അങ്ങനെ വിധേയരായിട്ടുള്ള ആൾക്കാരെ, ആശ്രിതരായിട്ടുള്ള ആൾക്കാരെ ചികിത്സയിലൂടെ തിരിച്ചവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിപാടിയാണിത്. ലഹരി വിമോചന ചികിത്സ, അതും വളരെ ഫലപ്രദമായിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നുണ്ട്. സ്വകാര്യ മേഖലയിൽ ധാരാളം കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും മനസ്സിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങൾ നേടുന്നതിന് ആളുകളെ സഹായിക്കുന്ന ഒട്ടേറെ പദ്ധതികൾ ഗവൺമെൻറ് ഫലപ്രദമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. തീർച്ചയായും മനസ്സിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. എല്ലാവർക്കും എപ്പോഴും മാനസികാരോഗ്യം ഉണ്ടാവട്ടെ. മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള, ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും തൽപരരായിരിക്കണം. അത് ഒരു വ്യക്തി എന്ന നിലയിൽ, വ്യക്തിയുടെ മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ എല്ലാവരുടെയും മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ കുടുംബങ്ങളും മാനസികാരോഗ്യമുള്ള വ്യക്തികളെ കൊണ്ട് നിറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സമൂഹം മാനസികാരോഗ്യമുള്ള സമൂഹമായിട്ട് മാറും. തീർച്ചയായും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. Please subscribe our channel Enad Malayalam. News related information WhatsApp on 98951 77777.